വിശദമായ വാർത്തയിലേക്കാണ്. ചിരിയുടെ ആശാന് വിട. മലയാളത്തിന്റെ പ്രിയ നടൻ സലീം കുമാർ അന്തരിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. പറവൂർ ടൗൺ ഹാളിൽ രാവിലെ 9 മണി മുതൽ 1 മണി വരെ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും. എന്നാലും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ കുടുകൂടെ ചിരിപ്പിക്കുകയും ഗൗരവം നിറഞ്ഞ വേഷങ്ങളിലൂടെ കണ്ണീരണിയിപ്പിക്കുകയും ചെയ്ത ഒരു പിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടനാണ് വിടവാങ്ങുന്നത്. മിമിക്രി വേദികളിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ സലീം കുമാർ ഹാസ്യവും വൈകാരിക രംഗങ്ങളും ഒരുപോലെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്ത നടനാണ്. കൊച്ചിൻ കലാഭവൻ ഉൾപ്പെടെയുള്ള വേദികളിലൂടെയാണ് ടെലിവിഷൻ രംഗത്തേക്കും പിന്നാലെ സിനിമാ മേഖലയിലേക്കും സലീം കുമാർ എത്തുന്നത്. ഇഷ്ടമാണ് 100 വട്ടമാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. അന്നു മുതൽ ഇന്ന് വരെ തമിഴിലായിക്കോട്ടെ ബംഗാളി ചിത്രത്തിലായിക്കോട്ടെ 300-ലേറെ ചിത്രങ്ങളാണ് ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് ഈ കലാകാരൻ സമ്മാനിച്ച് മടങ്ങിയത്. മലയാളികളെ ചിരിപ്പിക്കുകയും സാമൂഹിക വിഷയങ്ങളിൽ ഉൾപ്പെടെ നിലപാടുകൾ പങ്കുവെച്ച് ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാനടനാണ്. ഡി ബിനോയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, മലയാളി സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമൂഹ മാധ്യമ പേജുകളിലടക്കം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്ന ട്രോളുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മീമുകളിലായിക്കോട്ടെ എന്നും സലീം കുമാർ ഉണ്ടായിരുന്നു. ഓരോ ഡയലോഗുകളുമായി ഇനി ആ മുഖം ഇല്ല, അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ പൊതുദർശനം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പൊതുദർശനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അനുസരിച്ച് പരവൂരിലെ ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വയ്ക്കുക. അവിടെ മലയാള സിനിമാ രംഗത്തും ഒപ്പം തന്നെ സജീവ രാഷ്ട്രീയത്തിലല്ലായിരുന്നെങ്കിൽ തന്നെയും കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചിരുന്ന ഒരു സിനിമാ നടനായിരുന്നു. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതുമാണ്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റുന്ന വേദികളിലൊക്കെ തന്നെ എത്തുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം അദ്ദേഹം അവസാനമായി പങ്കെടുത്തത് തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം പറവൂരിൽ നടന്ന ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ പറവൂരിൽ നടന്ന അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിലായിരുന്നു അദ്ദേഹം അവസാനമായി പങ്കെടുത്തതും. അതിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള സൗഹൃദം, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയും അതിനെല്ലാം ഉപരിയായി അദ്ദേഹം അന്ന് മനോരമയിലേക്ക് എഴുതിയ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. അതിനപ്പുറത്തേക്ക് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രോൾ പേജുകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതായിരുന്നു ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ എവിടെയൊക്കെ ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നോ അവിടെയൊക്കെ തന്നെ സലീം കുമാർ മലയാള സിനിമയിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുമുള്ള ട്രോളുകൾ വളരെ അധികം പൊതുജനങ്ങളുടെ ഇടയിൽ സാർവത്രികമായ ഒന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാസ്യ നടൻ അപ്പുറത്തേക്ക് കാമ്പുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടതും ഓർമ്മിക്കേണ്ടതും. അതിൽ പ്രധാനമായി പറയേണ്ടത് ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന മലയാള ചിത്രം ദേശീയ തലത്തിൽ പോലും അംഗീകാരം ലഭിച്ച ഒരു മലയാള ചിത്രമാണ്. അതിനകത്ത് അദ്ദേഹം അവതരിപ്പിച്ച ഒരു വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മതസാഹോദര്യത്തിന്റെയും അതിനും അപ്പുറത്തേക്ക് വർഗീയതയ്ക്കെതിരെയും ഒക്കെ നടത്തിയ ഒരു വലിയൊരു സിനിമയായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതിനകത്ത് ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച മുഖ്യ കഥാപാത്രം ഒരു പക്ഷേ മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. അത് അദ്ദേഹത്തെ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് അംഗീകാരം നേടിക്കൊടുത്ത ഒരു തൊട്ടു പിന്നാലെ മറ്റൊരു സിനിമ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു സിനിമയുണ്ട്. ആ സിനിമയും ഒരു പക്ഷേ ഒരു പിതാവിന്റെ ദുഃഖം, പെൺകുട്ടികളുള്ള ഒരു അച്ഛന്റെ ദുഃഖം വളരെ ഭംഗിയായി വരച്ചു കാണിക്കുന്ന ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ 2 ചിത്രങ്ങളാണ് ഒരു പക്ഷേ മലയാള സിനിമയിൽ അദ്ദേഹത്തെ എന്നും ഓർക്കപ്പെടുന്ന ഒരു പക്ഷേ ആ സിനിമാ സാഹിത്യവും സിനിമയ്ക്കകത്തുള്ള ഒരു ചരിത്രവും പരിശോധിക്കുമ്പോൾ ഈ 2 സിനിമകൾ എപ്പോഴും സലീം കുമാറിൻ്റെതാണ് എന്ന് നമ്മൾ ഓർക്കപ്പെടും. ബാക്കിയൊക്കെ തന്നെ ഹാസ്യത്തിന്റെ മേമ്പടിയും ഹാസ്യവും ഒക്കെ ആണെങ്കിൽ പോലും ഒരു സാധാരണഗതിയിൽ ഒരു ഹാസ്യതാരം ഗൗരവമുള്ള സിനിമകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഫലിതം ഉപേക്ഷിച്ച്
ഗൗരവമുള്ള കഥാപാത്രങ്ങൾക്ക് പിന്നാലെ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഗൗരവമുള്ള രണ്ട് കഥാപാത്രങ്ങൾക്ക് രൂപം നൽകിയ സലിംകുമാർ എന്ന് പറയുന്ന മഹാനടൻ പിന്നീടും മലയാള സിനിമയിൽ മലയാളികളെ ചിരിപ്പിച്ചും മലയാളികളുടെ ചിന്തയിൽ എന്നും ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ നൽകി മുന്നോട്ട് പോയ ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം വിട പറയുമ്പോൾ, കേവലം 56 വയസ്സിൽ വിട പറയുമ്പോൾ അദ്ദേഹത്തിന് നമ്മോട് ഇല്ല, അല്ലെങ്കിൽ സിനിമാ ലോകത്ത് നിന്ന് അദ്ദേഹം ഇല്ലാതാകുമ്പോഴേക്കും, അല്ലെങ്കിൽ അദ്ദേഹം യാത്ര പറയുമ്പോഴേക്കും സിനിമാ ലോകത്തിന് ഒരു വലിയ നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവസാന നാളുകളിൽ അദ്ദേഹം സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രോഗമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ടെലിവിഷൻ പരിപാടികളിലും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ആ മേഖലയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിലുമൊക്കെ സലിംകുമാർ എന്ന് പറയുന്ന നടൻ ഒരു സാമൂഹ്യ സ്നേഹിയായി സജീവമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സലിംകുമാർ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒരു സിനിമാ നടനും ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. വ്യക്തമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം സിനിമയ്ക്കും അപ്പുറത്തേക്ക് കാഴ്ചപ്പാടുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ പകർന്നു നൽകുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. നല്ല കോൺഗ്രസ്സുകാരനായിരുന്നു. കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ പ്രചാരകനായി എത്തുകയും വേദികളിൽ നേതാക്കന്മാരോടൊപ്പം സംസാരിക്കുകയും, ഏറ്റവും കൂടുതൽ സലിംകുമാറിനെ എല്ലാവരും കണ്ടിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് വേദികളിലാണ്. സലിംകുമാറിന്റെ സാന്നിധ്യം കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സലിംകുമാർ ഒരു പ്രാസംഗികനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. പക്ഷെ എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി വലിയ തരത്തിലുള്ളൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. സതീശേട്ടൻ എന്ന് വിളിച്ച് ഒപ്പം കൂടുകയും അദ്ദേഹത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത സലിംകുമാറിനെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന സമയത്തും കോൺഗ്രസ് രാഷ്ട്രീയത്തിനോടൊപ്പം അദ്ദേഹം യാത്ര ചെയ്തിരുന്നു. ഒരുപക്ഷെ ആ ധൈര്യം ഒരു സിനിമാ നടനും കാണിക്കാത്ത ഒന്നാണ്. എപ്പോഴെങ്കിലും രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്റെ കഴിവ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിൽ പിന്നീട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ പോലും, പക്ഷെ സലിംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ധൈര്യം ഇക്കാര്യത്തിൽ വളരെ വലുത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പക്ഷേ ആരും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ധൈര്യം കാണിച്ചിട്ടില്ല. സിനിമാ രംഗത്ത് ഒരു ചേരിതിരിവിന്റെയും ഒപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യക്തിപരമായ ചില നിലപാടുകളും ഒക്കെ സ്വീകരിക്കുന്നവർക്കൊക്കെ പലപ്പോഴും സിനിമാ രംഗത്ത് മാറിപ്പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സലിംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ കലാമേഖലയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു സഹയാത്രികനായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2-3 വർഷമായി അദ്ദേഹം രോഗത്തിന്റെ പിടിയിലായിരുന്നു. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗം, കരൾ രോഗം, അങ്ങനെ തുടങ്ങി പല അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇന്നലെ കേവലം ഒരു സാധാരണ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആശുപത്രിയിൽ എത്തിയെങ്കിൽ തന്നെ പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും നമുക്ക് നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം നഷ്ടമാകുമ്പോൾ, അല്ലെങ്കിൽ സലിംകുമാർ എന്ന് പറയുന്ന മഹാമനുഷ്യൻ മലയാളത്തോട് വിട പറയുമ്പോൾ മലയാള സിനിമയ്ക്കുണ്ടാക്കുന്ന ഒരു, സാധാരണ എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു വലിയ വിടവ് എന്ന് പറഞ്ഞ് ഒരു വാക്കുകൾ കൊണ്ട് ആ വേർപാടിനെ നമ്മൾ ഒഴിവാക്കുമെങ്കിൽ, പക്ഷെ അതിനും അപ്പുറത്തേക്ക് സലിംകുമാർ ചേർത്ത് വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ഒരു ചിരിയുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ തീർത്തുകൊണ്ടാണ് സലിംകുമാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ മലയാളത്തോട് യാത്ര പറയുന്നത്. പ്രത്യേകിച്ചും മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദം കഴിഞ്ഞ് പുറത്തിറങ്ങി അതിനുശേഷം മിമിക്രി വേദികളിൽ, ഉത്സവ പറമ്പുകളിലൊക്കെ ചിരിപ്പിച്ചു തുടങ്ങിയ സലിംകുമാർ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി, അല്ലെങ്കിൽ ജീവിതയാത്രയ്ക്ക് ഒരു തണലായി ഫലിതത്തെ കണ്ടിരുന്നെങ്കിൽ അവിടെ നിന്നും അദ്ദേഹം പിന്നീട് മിമിക്രി വേദികളിലെ ഒരു സജീവ സാന്നിധ്യമായി മാറി. അങ്ങനെ കലാഭവനിലൂടെയും കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മിമിക്രി വേദികൾ മലയാളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സജീവമായിരുന്ന സമയമുണ്ടായിരുന്നു. അതായത് സിനിമ പോലെ തന്നെ മലയാളികൾ ഈ മിമിക്രി കലാകാരന്മാരെയും അവരുടെ മിമിക് ഷോകളും ഒക്കെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും അത് സജീവമാണെങ്കിൽ തന്നെയും അതിനുമപ്പുറം സലിംകുമാറൊക്കെ ഉത്സവപ്പറമ്പുകളിൽ മലയാളികളെ ചിരിപ്പിച്ചത് വളരെ വലുതായിട്ടാണ്. ഒരിക്കൽ പോലും മലയാളികൾക്ക് അത് വിസ്മരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ സ്റ്റേജുകളിലൂടെ സജീവ സാന്നിധ്യമായി പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് കാലുവെക്കുമ്പോഴേക്കും ഇത്രയും വലിയൊരു നടനായി, ഒരു ഭരതത്തിന്റെ രാജകുമാരനായി സലിംകുമാർ മാറുമെന്ന് മലയാളിക്ക് ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ ഏറ്റവും സജീവ കൂട്ടുകെട്ടുകളായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് മോഹൻലാലിനോടൊപ്പം ഒരിക്കൽ പോലും നമുക്ക് മറക്കാൻ കഴിയാത്ത എത്രയെത്ര കഥാപാത്രങ്ങളാണ് മോഹൻലാലിനോടൊപ്പം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദിലീപ്, അങ്ങനെ തുടങ്ങി മലയാളത്തിലെ പ്രഗത്ഭന്മാരായ നടന്മാർക്ക് ഒപ്പം
സിനിമാ രംഗത്തുണ്ടാവുകയും അവരിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു സലിം കുമാർ എന്ന് പറയുന്ന മഹാനടൻ. അതിൽ നമുക്ക് ഏറ്റവും ഓർക്കപ്പെടേണ്ട ചില കഥാപാത്രങ്ങൾ തന്നെ എടുത്തു പറയേണ്ടി വരും. മീശ മാധവനിലെ അഭിഭാഷകനായി എത്തുന്നതും ആ അഭിഭാഷകൻ എത്ര മനോഹരമായ ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. വളരെ കുറച്ച് സമയമേ ഉള്ളെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ആ റോൾ അല്ലെങ്കിൽ അദ്ദേഹം ആ സിനിമയിൽ എത്തുന്ന ഭാഗങ്ങൾ അത് മലയാളിയെ എത്ര കണ്ട് ചിരിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം സലിം കുമാറിന്റെ രംഗപ്രവേശനം മുതൽ അദ്ദേഹം സിനിമ വിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം തീരുന്നതുവരെ മലയാളി ഊറി ഊറി ചിരിക്കുമായിരുന്നു. അത്ര കണ്ട് ഗംഭീരമാക്കാൻ കേമമാക്കാൻ ഈ മലയാളത്തിന്റെ ഈ ഫലിത രാജകുമാരന് കഴിയുമായിരുന്നു. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒരുപാട് ഫലിതം അല്ലെങ്കിൽ നർമ്മം നന്നായി അവതരിപ്പിക്കുന്ന സിനിമാ രംഗത്ത് പ്രഗത്ഭരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും സലിം കുമാറിന്റെ മുഖത്തെ ഭാവങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അഭിനയത്തിനും അദ്ദേഹത്തിന്റെ ശബ്ദവും അതിനപ്പുറം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങളും വ്യത്യസ്തമായ നടത്തയും ഒക്കെ ചേരുമ്പോഴേക്കും അതൊരു വലിയ ഫലിതത്തിന്റെ കൂട്ടായിരുന്നു. ആ കൂട്ട് മലയാളിക്ക് ഒരിക്കൽ പോലും വിസ്മരിക്കാനാകില്ല. അത്ര കണ്ട് ശ്രേഷ്ഠമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി. സാധാരണ ഫലിതം പറഞ്ഞു പോയി നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആ സിനിമ കാണുമ്പോഴേക്കും ആ സിനിമയിലെ ഫലിതം അവസാനിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയ്ക്കും അപ്പുറത്തേക്ക് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ പിന്നീട് മനസ്സുകളിലൂടെ ജീവിക്കുകയും അത് പിന്നീട് വാക്കുകളായി പലപ്പോഴും നമ്മളുടെ നാട്ടിൻപുറങ്ങളിലെ ചർച്ചകളിലും സംസാരങ്ങളിലും ഒക്കെ തന്നെ സലിം കുമാർ സിനിമയിൽ ഉപയോഗിച്ച പദങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങളൊക്കെ തന്നെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നതായി മാറുന്നു. അപ്പം അത്ര കണ്ട് സാധാരണക്കാരന്റെ സംസാര ഭാഷയിൽ സാധാരണക്കാരന്റെ സിനിമാ വിശ്വാസങ്ങളിലൊക്കെ തന്നെ അലിഞ്ഞു ചേർന്നപ്പെടുന്ന ഒരു ഫലിത സംസ്കാരത്തിന്റെ ഉടമയായിരുന്നു സലിം കുമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിന്റെ സഞ്ചരിച്ച കടൽ വഴികളിലൊക്കെ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുവാൻ, ജീവിതത്തിന്റെ അങ്ങേയറ്റം എത്തിച്ചേരുവാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ മനുഷ്യസ്നേഹിയിലേക്ക് പോകുമ്പോഴേക്കും അതൊരിക്കൽ പോലും മലയാളിക്ക് വിസ്മരിക്കാനാകില്ല. കേരളം പ്രളയത്തിന്റെ വലിയ പിടിയിൽ അമർന്നപ്പോഴേക്കും കൊച്ചിയിലും ആലുവയിലും ഒക്കെ അല്ലെങ്കിൽ പറവൂരിലുമൊക്കെ വീടുകളിൽ വെള്ളം കയറി പലർക്കും വീടുകൾ നഷ്ടപ്പെടുമ്പോൾ ആഹാരത്തിന് ബുദ്ധിമുട്ടിപ്പോഴൊക്കെ സലിം കുമാർ എന്ന മനുഷ്യ സ്നേഹിയെ മലയാളി കണ്ടു. അദ്ദേഹത്തിന്റെ വീട് സാധാരണക്കാരായ മനുഷ്യർക്ക്, വീട് നഷ്ടപ്പെട്ട മനുഷ്യർക്ക്, വീട്ടിൽ വെള്ളം കയറിയ മനുഷ്യർക്ക് തുറന്നു കൊടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം ഒരുക്കുവാൻ, അവർക്ക് സ്നേഹം നൽകുവാൻ ആ മനുഷ്യൻ തയ്യാറായി. കോവിഡ് സമയത്തും സലിം കുമാറിലെ മനുഷ്യ സ്നേഹിയെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സിനിമയ്ക്കും അപ്പുറം ഹരിതകാരനും അപ്പുറം മനുഷ്യന്റെ മനസ്സുകളിൽ അങ്ങനെ സജീവ സാന്നിധ്യമായിരുന്നു സലിം കുമാർ. പക്ഷെ അദ്ദേഹത്തിന്റെ നഷ്ടം അത് എല്ലാവരും ഒരു ഭംഗിവാക്കിൽ അത് പറഞ്ഞു നിർത്തും അല്ലെങ്കിൽ ഒരു അനുശോചന വാചകങ്ങളിൽ ഒതുക്കി നിർത്തേണ്ടതല്ല സലിം കുമാർ എന്ന് പറയുന്ന മഹാനടൻ. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഫലിത ചേരുവകൾക്കും അതിനും അകലെ 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 അദ്ദേഹം സഞ്ചരിച്ചു പോയി. അതാണ് ആദമിന്റെ മകൻ അബുവും ഒപ്പം തന്നെ അച്ഛനുറങ്ങാത്ത വീട്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ സിനിമയിൽ ഒന്നിലധികം പെൺകുട്ടികളുള്ള അച്ഛന്റെ ഒരു വേദന, അത് സർവാത്മന ഒരു പക്ഷേ കേരളം ഇത്രയധികം വേദനയോടുകൂടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ആ പെൺകുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം കാണിക്കുന്ന കരുതൽ, അതൊരു പക്ഷേ മലയാളി കാത്തുവെക്കുന്ന ഒരു കരുതൽ എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികളുടെ മനസ്സിൽ അങ്ങനെ ഒരു കരുതൽ വീണ്ടും വളർത്തുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നല്ല സന്ദേശം ആ സിനിമയിലൂടെ നൽകുവാൻ കഴിഞ്ഞു. അതാണ് ഈ ആദാമിന്റെ മകൻ അബുവും അച്ഛനുറങ്ങാത്ത വീടും. ഈ രണ്ട് സിനിമകളാണ് അദ്ദേഹത്തിന്റെ എന്താണ് സലിം കുമാർ എന്ന് പറയുന്ന ഹാസ്യ നടനപ്പുറം അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ രണ്ട് സിനിമകൾ എടുത്തു പറയേണ്ടി വരും. അതിനപ്പുറം മറ്റൊരു സിനിമയില്ല. ഒരു പക്ഷേ ഹാസ്യ കഥാപാത്രമായി ഒരു 5-10 മിനിറ്റോ മലയാളിയെ ചിരിപ്പിക്കാൻ ആദ്യം അപ്രപാളികളിൽ മിന്നിമറിഞ്ഞെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ഒരു കുതിച്ചുകയറ്റമായിരുന്നു. ഒരു പക്ഷേ മലയാളി എന്തൊക്കെയാണോ കരുതിയിരുന്നത്, എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചിരുന്നത്, അതിനും അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെ ഫലിതമായി നമുക്ക് സമ്മാനിച്ചു. അതായിരുന്നു സലിം കുമാർ. സ്ക്രിപ്റ്റുകൾക്കും അപ്പുറത്തേക്ക് അദ്ദേഹത്താൽ കഴിയുന്നതൊക്കെ അദ്ദേഹം സിനിമയ്ക്ക് സംഭാവന ചെയ്തു. അതുകൊണ്ട് തന്നെയായിരുന്നു മലയാള സിനിമയിലെ ഒട്ടുമിക്ക സംവിധായകന്മാരും ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സമയത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീയതിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത്രയധികം വേഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെങ്കിലും അദ്ദേഹത്തിന്റെ നാടിനോട്, അദ്ദേഹത്തിന്റെ വീടിനോട്, അദ്ദേഹം ജീവിച്ചിരുന്ന സമൂഹത്തോടൊക്കെ കടപ്പാട് പുലർത്തിയിരുന്നു അല്ലെങ്കിൽ കടപ്പെട്ടവനായിരുന്നു എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിരുന്നു. അതിനും
അപ്പുറം മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, മലയാളി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സലിം കുമാറിലെ ഒരു രാഷ്ട്രീയക്കാരനെയായിരുന്നു. നർമ്മമാണെങ്കിൽ പോലും നർമ്മത്തിനപ്പുറം നർമ്മം ചാലിച്ച രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞ് ആ രാഷ്ട്രീയത്തിലൂടെ എന്താണ് ജനത്തിന് വേണ്ടതെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരൻ എന്ന് പറയേണ്ടി വരും. അവസാന ദിവസങ്ങളിൽ അദ്ദേഹം ഈ അവസാനമായി പങ്കെടുത്തത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ നാട്ടിൽ പറവൂരിൽ നടത്തിയ വലിയ പൗരസ്വീകരണത്തിൽ എത്തപ്പെട്ട ഒരു നടനപ്പുറം ഒരു വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സുഹൃത്ത് എന്ന നിലയ്ക്കായിരുന്നു എത്തപ്പെട്ടത്. അദ്ദേഹം അന്ന് നടത്തിയ പ്രസംഗങ്ങളിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം ഒരു പട്ടാഭിഷേകം, വനവാസകാരന്റെ പട്ടാഭിഷേകം എന്ന് അദ്ദേഹം എഴുതി കൊടുത്ത മലയാള മനോരമയിൽ എഴുതി കൊടുത്ത ആ ലേഖനത്തെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ 10 ദിവസം മുൾമുനയിലായിരുന്നെങ്കിലും അതിനുശേഷം ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വി ഡി സതീശൻ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ആ ഒരു സന്തോഷം, അതിൽ പങ്കുചേരാൻ, അതിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം കൂടി പങ്കുവെച്ച് എന്തായാലും ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്ന, അദ്ദേഹത്തിനോട് താല്പര്യമുണ്ടായിരുന്ന രാഷ്ട്രീയ വേദിയിലായിരുന്നു അദ്ദേഹം അവസാനമായി പൊതുവേദിയിൽ അദ്ദേഹം എത്തപ്പെട്ടത് എന്നുള്ളത് ഒരു ചരിത്രകരമായ സത്യം. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഈ മഹാരാജാസ് കോളേജിലെ രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് അദ്ദേഹം വിട പറയുന്ന തൊട്ടുമുമ്പ് നടത്തിയ വലിയ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ മലയാള സിനിമാ രംഗത്ത്, മലയാള സിനിമയ്ക്ക്, മലയാള സിനിമാ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ സലിം കുമാർ വിട പറയുമ്പോൾ ഒരു നാടിനും അപ്പുറത്തേക്ക്, മലയാള സിനിമാ പ്രേമികൾക്കും അപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി ചിന്തിക്കുകയും സാമൂഹ്യപരമായി ഉള്ള കടപ്പാടുകളും ഉള്ളവർക്കുമൊക്കെ അദ്ദേഹത്തെ ഒരിക്കൽ പോലും വിസ്മരിക്കാനാകില്ല എന്നുള്ളത് ഒരു ചരിത്ര സത്യമായി തന്നെ അവശേഷിക്കപ്പെടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ സിനിമാ രംഗത്ത് അദ്ദേഹം ചിരിപ്പിച്ചു പോയി കാണും, നമ്മൾ ഒരുപാട് ചിരിച്ചു കാണും. അദ്ദേഹത്തിന്റെ ഫലിതങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ വേഷപ്പകർച്ചകളിലൊക്കെ തന്നെ അറിയാതെ നമ്മൾ ചിരിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചിരിച്ചിട്ടുണ്ട്. അതിൽ എത്രയോ രസകരമായ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ ചില സിനിമകളിലൊക്കെ അദ്ദേഹം എത്തുന്ന വില്ലൻ വേഷങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ആ എൻട്രി അല്ലെങ്കിൽ പ്രവേശനം പോലും ആ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട്, ഹാസ്യത്തിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രവേശനം പോലും വളരെ ശ്രദ്ധേയമായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹം തമിഴ് സിനിമയിലും എത്തപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വരവ് തമിഴ് സിനിമയിലും അറിയിച്ചുകൊണ്ടാണ് സലിം കുമാർ എന്ന് പറയുന്ന മഹാനടൻ അങ്ങനെ യാത്രയാകുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും മലയാള സിനിമയ്ക്ക്, മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒപ്പം മലയാള സിനിമയിലുള്ള എല്ലാ പ്രവർത്തകർക്കും സലിം കുമാർ എന്ന് പറയുന്നത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അതുതന്നെയാണ് തനതായ അഭിനയ ശൈലിയിലൂടെ ദേശീയ പുരസ്കാരത്തിൻ്റെ നെറുകിൽ വരെ മലയാളത്തിൻ്റെ പെരുമ അടയാളപ്പെടുത്തിയാണ് സലീം കുമാർ വിടവാങ്ങുന്നത്. എന്തായാലും അമൃത ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ മൃതദേഹം പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. 1 മണിവരെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോവുക. അതിനുശേഷം വൈകിട്ടോടെയായിരിക്കും സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. നിലവിലിപ്പോൾ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. സിനിമാ ലോകത്ത് നിന്നുള്ള പ്രമുഖരടക്കം, സാധാരണ സലിം കുമാറിനെ സ്നേഹിച്ചിരുന്ന ജനങ്ങളടക്കം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയ നടനെ അല്ലെങ്കിൽ നായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുകയാണ്. തങ്ങളുടെ പ്രിയ നടന് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് സിനിമാ ലോകം. എന്തായാലും മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ നടൻ സലീം കുമാർ വിടവാങ്ങുകയാണ്. രാജേഷ് ശ്രീനിവാസനുണ്ട് വിവരങ്ങളുമായി. രാജേഷ്, എന്തായാലും ഇപ്പോൾ മൃതദേഹം പറവൂർ ടൗൺ ഹാളിൽ എത്തിച്ചിരിക്കുകയാണ്. സിനിമാ ലോകമടക്കം തങ്ങളുടെ പ്രിയ നടന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. എത്ര മണിവരെയായിരിക്കും പൊതുദർശനം? അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? കാർത്തു
അല്പസമയം മുൻപാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ജന്മനാട്ടിലേക്ക് വടക്കൻ പറവൂരിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പ്രമുഖരും മറ്റ് സഹപ്രവർത്തകരും ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇപ്പോൾ വടക്കൻ പറവൂരിലെ ടൗൺ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഒരു മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും സംസ്കാര ചടങ്ങുകൾ നടക്കുക. മതപരമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ വേണ്ട എന്നാണ് സലീംകുമാർ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 1 മണി വരെയാണ് വടക്കൻ പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക. അതിൽ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും VD സതീശൻ അടക്കമുള്ള നേതാക്കളും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളും അല്പസമയത്തിനകം വടക്കൻ പറവൂരിലെ ടൗൺ ഹാളിൽ തങ്ങളുടെ പ്രിയ നടനും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട അനുഭാവിയായിട്ടുള്ള സലീംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത ഒരു വിടവാണ് ഈ സലീംകുമാറിൻ്റെ വിയോഗത്തോടു കൂടി ഉണ്ടായിട്ടുള്ളത്. വിവിധ കഥാപാത്രങ്ങൾ, നർമ്മത്തിൽ പൊലിഞ്ഞ അല്ലെങ്കിൽ നർമ്മം ചാലിച്ച കഥാപാത്രങ്ങളും സ്വഭാവ നിർണ്ണമായിട്ട് നിരവധി കഥാപാത്രങ്ങളായിരുന്നു മലയാളികൾക്ക് മുന്നിൽ എത്തിയത്. മിമിക്രിയിൽ നിന്ന് തുടങ്ങി സിനിമയിൽ 30 വർഷത്തോളമായി സിനിമയിൽ നിരവധി കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം അരങ്ങ് തകർത്തത്. പ്രധാനപ്പെട്ട റാഫി മെക്കാട്ടിൻ, ഷാഫി, ലാൽ ജോസ് അടക്കമുള്ള സംവിധായകരുടെ നിരവധി ചിത്രങ്ങൾ അതെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. അല്ലെങ്കിൽ സലീംകുമാർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അത് എന്നും മലയാളികൾ ഓർത്തിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതായിരുന്നു. 1996 റിലീസ് ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സലീംകുമാർ സിനിമാ ലോകത്തേക്ക് വന്നത്. പിന്നീട് റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിൽ വന്ന തെങ്കാശിപ്പട്ടണം, 2020 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലൂടെ സലീംകുമാർ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമായി മാറുന്നൊരു കാഴ്ച കണ്ടു. മികച്ച നടൻ അല്ലെങ്കിൽ മികച്ച ഹാസ്യ നടൻ എന്നതിലുപരി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് പറയുന്ന ഒരു താരം കൂടിയായിരുന്നു സലീംകുമാർ എന്നതും എടുത്ത് പറയേണ്ടതായിരുന്നു. അതും മറയില്ലാതെ പ്രകടിപ്പിക്കുന്ന ഒരു താരം കൂടിയായിരുന്നു സലീംകുമാർ എന്നത്. പല പ്രതികരണങ്ങളും അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് അല്ലെങ്കിൽ LDFനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായി തന്നെ വിമർശനം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നടൻ കൂടിയായിരുന്നു ഇത്. മെസ്സി കേരളത്തിലേക്ക് വരുന്നതും തുടർ ഭരണവും അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ കാലത്തെ ഭരണത്തിനെതിരെയെല്ലാം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട താരം കൂടിയായിരുന്നു. അങ്ങനെ മികച്ച നടൻ എന്നതിലുപരി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായ തൻ്റെ നിലപാട് പറയുന്ന ഒരു താരം കൂടിയായിരുന്നു സലീംകുമാർ എന്നതും എടുത്തു പറയേണ്ടതാണ്. സാമൂഹിക രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമല്ല സിനിമാ രംഗത്തെ നീതികേടും അല്ലെങ്കിൽ നെറികേടും ഈ സലീംകുമാർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നടി ആക്രമിച്ച കേസിലായാലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താരങ്ങൾ അമ്മയിലെ സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിലും ശക്തമായ നിലപാട് തന്നെ സലീംകുമാർ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ അല്ലെങ്കിൽ പ്രധാന താരങ്ങൾ പ്രചാരണ രംഗത്ത് ഇറങ്ങിയത് വലിയ ഇതിലുള്ള വിമർശനത്തിന് സാഹചര്യമൊരുക്കിയിരുന്നു. ഇടതുപക്ഷത്തിനായി ന്യായീകരിക്കുന്ന അംഗങ്ങളെ വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പത്തനാപുരത്തെ മണ്ഡലത്തിൽ 3 മുന്നണികളിലും സിനിമാ മേഖലയിലുള്ള താരങ്ങളായിരുന്നു സ്ഥാനാർത്ഥികളായി ഉണ്ടായത്. ഇതോടെയായിരുന്നു അമ്മ ഒരു കടുത്ത നിലപാടെടുത്ത് ആർക്കും വേണ്ടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങേണ്ട എന്ന തീരുമാനം വാക്കാലെടുത്തത്. എന്നാൽ ഇത് ലംഘിച്ച് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായതാണ് സലീംകുമാറിനെ അമ്മയിൽ നിന്ന് രാജിവെക്കാൻ കാരണമായതെന്നാണ്. ഇതാണ് സലീംകുമാറിനെ പ്രകോപിച്ചത്. ഇത് പ്രതിഷേധിച്ചാണ് 2016 സലീംകുമാർ അമ്മയിലെ തൻ്റെ അംഗത്വം രാജിവെച്ചത്.
അന്ന് സലീംകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അമ്മയിലെ ഉന്നത പദവിയിലിരിക്കുന്നവർ തന്നെ അമ്മയുടെ നിയമങ്ങൾ ലംഘിക്കുന്നു, ഇതാണ് തൻ്റെ രാജിക്ക് കാരണമെന്ന് തുറന്നടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാലും പ്രധാനപ്പെട്ട ഒരു നടൻ അല്ലെങ്കിൽ ഹാസ്യ നടൻ അല്ലെങ്കിൽ സ്വഭാവ നടൻ എന്നതിലുപരി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് പറയുന്ന താരത്തെ കൂടിയാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമായിട്ടുള്ളത്. കാർത്തു, അതുതന്നെയാണ് ഇന്നലെയാണ് സലീംകുമാർ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വിടവാങ്ങിയത്. നേരത്തെ കരൾമാറ്റ ശസ്ത്രക്രിയ വിധേയനായ സലീംകുമാർ ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. പിന്നീട് പെട്ടെന്നായിരുന്നു അമൃത ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും പിന്നീട് ആരോഗ്യനില വഷളാകുന്നതും. ഏറെ അപ്രതീക്ഷിതമായി സലീംകുമാർ നമ്മളെ വിട്ട് പോകുന്നത്. മലയാള സിനിമയിലടക്കം ഹാസ്യവേഷങ്ങളിൽ തിളങ്ങിയ സലീംകുമാർ സ്വഭാവ വേഷങ്ങളിലും തന്മയത്വത്തോടെ അഭിനയ മികവ് തെളിയിച്ചിരുന്നു. 1996 ഇറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെയായിരുന്നു സലീംകുമാറിന്റെ സിനിമ അരങ്ങേറ്റം. 2006 അച്ഛൻ ഉറങ്ങാത്ത വീടെന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള ചലച്ചിത്ര പുരസ്കാരത്തിന് സലീംകുമാർ അർഹനാകുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടതെല്ലാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതുല്യമായ പ്രകടനമായിരുന്നു സലീംകുമാർ മലയാളികൾക്ക് സമ്മാനിച്ചത്. 2011 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സലീംകുമാർ സ്വന്തമാക്കിയിരുന്നു. 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ 300-ലധികം കഥാപാത്രങ്ങളാണ് സലീംകുമാർ എന്ന അഭിനേതാവ് അവിസ്മരണീയമാക്കി തീർത്തത്. മലയാളികൾക്ക് സമ്മാനിച്ചത് എക്കാലവും ചിരിക്കാനും അതുപോലെ ചിന്തിക്കാനും. സലീംകുമാർ കരഞ്ഞപ്പോൾ മലയാളികളും കൂടെ കരഞ്ഞിരുന്നു. അതുല്യമായ കഥാപാത്രങ്ങളടക്കം സമ്മാനിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കറുത്ത ജൂതൻ ഉൾപ്പെടെ 3 സിനിമകളിൽ സംവിധായകൻ എന്ന നിലയിൽ കയ്യൊപ്പ് പതിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. കറുത്ത ജൂതന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കറുത്ത ജൂതന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് സലീംകുമാർ തന്നെയായിരുന്നു. 2000 മുതൽ 2005 വരെയുള്ള കാലയളവിലായിരുന്നു സലീംകുമാർ എന്ന അഭിനേതാവിന്റെ സിനിമാ ജീവിതത്തെ സുവർണ കാലം എന്ന് വിശേഷിപ്പിക്കാവുന്നത്. തെങ്കാശിപ്പട്ടണം, ഈ പറക്കും തളിക, CID മൂസ, കല്യാണരാമനിലെ പ്യാരി, പുലുവാൽ കല്യാണത്തിലെ മണവാളൻ, മീശമാധവൻ, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്നിങ്ങനെ മലയാളി എന്നു നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹാസ്യ താരങ്ങളുടെ പട്ടികയിലേക്ക് സലീംകുമാറിനെ എത്തിച്ചു. അത് മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇന്നോളം ആ സിനിമാ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ സിനിമയിലെ പല സംഭാഷണങ്ങളും നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത്യധികം ഏറ്റെടുത്ത ഡയലോഗുകൾ തന്നെയായിരുന്നു സലീംകുമാർ മലയാളികൾക്ക് സമ്മാനിച്ച് മടങ്ങിയത്. ഹാസ്യവേഷം മാത്രമല്ല, തന്നെ കൊണ്ട് കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള സീരിയസ് കഥാപാത്രങ്ങളും തനിക്ക് ചേരുമെന്ന് സലീംകുമാർ തെളിയിച്ചു കഴിഞ്ഞതാണ്. അത്രയധികം 300ഓളം സിനിമകളിൽ മലയാളികൾ ഏറ്റെടുത്തത്. പല സിനിമകളും മലയാളികളെ ചിരിപ്പിച്ചു, കുറേ സിനിമകൾ കരയിപ്പിച്ചു. കൂടുതൽ ചിന്തിപ്പിക്കാനുള്ള ആശയങ്ങൾ പങ്കുവച്ചാണ് അദ്ദേഹം എന്തായാലും മടങ്ങുന്നത്. എറണാകുളം പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തെയും സിനിമാ രംഗത്തെയും അടക്കം പ്രമുഖർ ടൗൺ ഹാളിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. എന്തായാലും മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ നടൻ വിടവാങ്ങുകയാണ്. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ, കണക്ട് ആവണേ. New man Basil on strike. Basil കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. Oh, that's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6. Yeah. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ ഐബിസിൽ പഠിക്കാം. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. IBIS Academy of Higher Education.
ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. അവിടെ പോയിരുന്നു. അതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടില്ലേ ഞാൻ? Hi, can you hear me? യെസ് സർ. Shruti, what about the fees of Australia, Canada and UK students? സ്റ്റുഡൻസിന്റെ യൂണിവേഴ്സിറ്റി ഫീസും ഹോസ്റ്റൽ ഫീസും ഓൾറെഡി അഹല്യ എക്സ്ചേഞ്ച് ത്രൂ അയച്ചിട്ടുണ്ട്. അതാവുമ്പോ ക്രെഡിറ്റ് ആയതിന്റെ പ്രോംപ്റ്റ് കൺഫർമേഷനും കിട്ടും. Okay, fine. Clients and their foreign currency requirements? അതും അഹല്യ എക്സ്ചേഞ്ച് ത്രൂ അയച്ചിട്ടുണ്ട് സർ. എല്ലാവരും പറയും ബെസ്റ്റ് റേറ്റ്. അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ നടൻ സലീം കുമാർ അന്തരിച്ചിരിക്കുകയാണ്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ എന്തായാലും ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പറവൂരിലെ ടൗൺ ഹാളിൽ എത്തിച്ചിട്ടുണ്ട്. പൊതുദർശനം അടക്കം പുരോഗമിക്കുകയാണ്. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ അടക്കം പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുകയാണ്. 1 മണി വരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും പറവൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുക. പിന്നീട് വൈകിട്ടോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കുക. യാതൊരു മതപരമായ ആചാരങ്ങളും കൂടാതെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് കുടുംബം അറിയിച്ചത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. യാതൊരുവിധ മത ആചാരപ്രകാരമുള്ള ചടങ്ങുകളും നടത്തരുത് എന്നൊരു ആവശ്യം അദ്ദേഹം കുടുംബത്തെ അറിയിച്ചിരുന്നു. ആ ഒരു ആവശ്യം നിറവേറ്റാൻ തന്നെയാണ് ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക. കൂടാതെ തന്നെ അസ്ഥികളടക്കം പുഴയിലൊന്നും ഒഴുക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം കുടുംബത്തിന് നൽകിയിരുന്നു മരണത്തിന് മുമ്പ്. ഇതിലൂടെ തന്നെയാണ് എന്തായാലും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇപ്പോൾ എറണാകുളം പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സിനിമാ ലോകത്തെ താരങ്ങളുമടക്കം അല്ലെങ്കിൽ സഹപ്രവർത്തകരടക്കം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ ടൗൺ ഹാളിലാണ് സലീം കുമാറിന്റെ മൃതദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടക്കം ടൗൺ ഹാളിലുണ്ട്. എന്തായാലും പൊതുദർശനം അടക്കം പുരോഗമിക്കുകയാണ്. തങ്ങളെ ചിരിപ്പിച്ച വലിയ നടനെ അല്ലെങ്കിൽ ആ മഹാനടനെ കാണാൻ സാധാരണ ജനങ്ങളടക്കം ടൗൺ ഹാളിലേക്ക് എത്തുകയാണ്. പൊതുദർശനം 1 മണിവരെയായിരിക്കും ടൗൺ ഹാളിൽ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് അടക്കം കൊണ്ടുപോവുക. എന്തായാലും മലയാള സിനിമ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സലീം കുമാർ ഇല്ലാത്ത അല്ലെങ്കിൽ സലീം കുമാറിനെ അടയാളപ്പെടുത്താൻ കഴിയാത്ത സിനിമകൾ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. തൻ്റെ 30 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 300-ലധികം സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചാണ് ആ വലിയ കലാകാരൻ മടങ്ങുന്നത്. ചിരി പടർത്തിയ 300 വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ മനസ്സിനെ പിടിച്ചുലിക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. കോമഡി നടൻ എന്ന ലേബലിൽ മാത്രമല്ല സലീം കുമാർ എന്ന ആ മഹാനടൻ ഒതുങ്ങി നിൽക്കുന്നത്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലും ആദാമിന്റെ മകൻ അബൂക്കയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നീറുന്ന കഥാപാത്രങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ സമ്മാനിച്ചാണ് അദ്ദേഹം എന്തായാലും വിടവാങ്ങുന്നത്. സലീം കുമാറിലെ അഭിനയവിനെ ആദ്യമായി തുറന്നു കാട്ടുന്ന ചിത്രങ്ങളായിരുന്നു ഇവ. അതുവരെ ചിരിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ ഒട്ടേറെ ചിരിപ്പിച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ചിരുന്ന സലീം കുമാർ എന്ന നടനിൽ നിന്നും അതിവൈകാരികമായ കഥാപാത്രങ്ങളും തനിക്ക് വശമുണ്ട്, അല്ലെങ്കിൽ അതും തനിക്ക് വൈകാരികമായ തലങ്ങളും തനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയായിരുന്നു ഈ 2 സിനിമകളിലൂടെ സലീം കുമാർ സമ്മാനിച്ചത്. സ്ഥിരം അഭിനയ ശൈലികളെ മാറ്റി നിർത്തിയായിരുന്നു സലീം കുമാറിന്റെ അഭിനയ പ്രകടനം. സലീം കുമാർ എന്ന അഭിനയ പ്രതിഭയെ മലയാള സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലും ആദാവിന്റെ മകൻ
അബുവിലെ അബൂബക്കയും ഒക്കെ കോമഡി നടനായി അന്നേ വരെ വിലയിരുത്തപ്പെട്ട നടൻ പെട്ടെന്നുള്ള ചുവടുമാറ്റമായിരുന്നു ഈ 2 സിനിമകളും. അത് അദ്ദേഹത്തിന് അംഗീകാരമടക്കം നേടിക്കൊടുത്ത സിനിമകളായിരുന്നു. അതുവരെ കണ്ടുപരിചയിച്ച സലീം കുമാറിനെ ആയിരുന്നില്ല പിന്നീട് സിനിമകളിൽ നാം കണ്ടിരുന്നത്. ചിരിച്ചും ചിന്തിപ്പിച്ചും സലീം കുമാറിന്റെ യാത്രയായിരുന്നു പിന്നീട് മലയാള സിനിമയടക്കം സാക്ഷ്യം വഹിച്ചിരുന്നത്. ചിരിപ്പിക്കാൻ മാത്രമല്ല, തനിക്ക് വൈകാരിക പ്രകടനങ്ങൾ കൊണ്ടും കണ്ണു നിറയ്ക്കാനും സലീം കുമാറിന്, പ്രേക്ഷകരുടെ അടക്കം കണ്ണു നിറപ്പിക്കാനും സലീം കുമാറിന് സാധിച്ചിരുന്നു. ലാൽ ജോസ് സംവിധാനം ചെയ്ത് 2005 പുറത്തിറങ്ങിയ അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലെ സാമുവലിനെ അത്ര തീവ്രതയോടെ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് സലീം കുമാർ എത്തിച്ചിരുന്നത്. നിസ്സഹായനായ പിതാവിന്റെ വേദന അവതരിപ്പിച്ച സലീം കുമാറിന് 2007 മികച്ച 2ാമത്തെ നടനുള്ള ദേശീയ കേരള സംസ്ഥാന പുരസ്കാരമടക്കം ലഭിച്ചിരുന്നു. ആദാമിന്റെ മകൻ അബുവിലെ അബൂക്ക വൈകാരിക മുഹൂർത്തങ്ങൾ ഏറെ നിറഞ്ഞ വേഷമായിരുന്നു. ഹജ്ജിന് പോവുകയാണെന്ന ഏറ്റവും വലിയ പുണ്യമായി കണക്കാക്കി അതിനുവേണ്ടി ജീവിക്കുന്ന അബുവിന്റെ ഭാര്യ ഐഷുമ്മയുടെയും ഒക്കെ കഥ പറഞ്ഞതായിരുന്നു ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം. ഇപ്പോൾ നമ്മുടെ നടൻ ജഗദീഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജഗദീഷ്, അറിയാം അത്രയധികം വൈകാരികമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സലീം കുമാർ എന്ന നടൻ അത്രയേറെ മലയാള ഹൃദയങ്ങളെ പിടിച്ചടക്കിയ ഒരു നായകനായിരുന്നു. ചിരിക്കാനും കരയിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്? വളരെയധികം കഴിവുകളുള്ള ഒരു കലാകാരനാണ് സലീം കുമാർ എന്ന് വളരെ നേരത്തെ തന്നെ തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തിന് കലയും സാഹിത്യവുമായിട്ടുള്ള ബന്ധം, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹമായിട്ട് കൂടുതൽ അടുപ്പിച്ചത്. കാരണം കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള, ഉറച്ച നിലപാടുകളുള്ള ഒരു കലാകാരനായിരുന്നു സലീം കുമാർ. അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഹാസ്യം കൈകാര്യം ചെയ്യുമ്പോൾ കഥാപാത്രത്തിനുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് തന്നെ പരമാവധി ചിരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഗൗരവമുള്ള സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്ന് അതിനെ പ്രത്യേക മിഴിവ് പകരാനുള്ള അദ്ദേഹത്തിന്റെ സിദ്ധി അത് എടുത്തു പറയേണ്ടതാണ്. അപ്പൊ 2 രീതിയിലാണ് അഭിനയത്തെ അദ്ദേഹം സമീപിച്ചിരുന്നത്. ഹാസ്യം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സമീപനം, ഗൗരവമുള്ള സീരിയസ് വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേറൊരു സമീപനം. അതിൽ രണ്ടിലും 2 രീതികളിലും അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നെ എന്തും വെട്ടിത്തുറന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു കലാകാരനായിരുന്നു. രാഷ്ട്രീയത്തെ കുറിച്ചാണെങ്കിലും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് നിലപാടുകളുണ്ടായിരുന്നു. ചാനൽ പരിപാടികളിൽ ഞങ്ങൾ ഒരുമിച്ച് ജഡ്ജസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ പറയുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ അതെന്തുകൊണ്ടാണ്, അതിന്റെ കാര്യകാരണ സഹിതം അത് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ള ആ റിയാലിറ്റി ഷോയൊക്കെ തന്നെ ഞങ്ങളുടെ ജഡ്ജ്മെന്റിന് വേണ്ടി ആൾക്കാർ വളരെ താല്പര്യത്തോടെ കേട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സലീമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ശരി, അത് തന്നെയാണ്. അത്യധികം ഓർമ്മകൾ തന്നെയാണ് സിനിമാ ലോകത്തെ പ്രമുഖരടക്കം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നടൻ ജഗദീഷും അത് തന്നെയാണ്. അത്രയധികം ഓർമ്മകളാണ് അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ കണ്ടതാണ്, അവർ തമ്മിലുള്ള ഒന്നിച്ചുള്ള ഒട്ടേറെ കഥാപാത്രങ്ങൾ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാലും മലയാളത്തിൻ്റെ മഹാനടനായ സലീം കുമാറിന് നാട് വിട ചൊല്ലുകയാണ്. എറണാകുളത്തെ പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. കുടുംബാംഗങ്ങളടക്കം ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരടക്കം തങ്ങളുടെ പ്രിയ നടൻ അവസാനമായി ഒരു നാക്കു കാണാൻ ടൗൺ ഹാളിലേക്ക് അടക്കം എത്തുകയാണ്. നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് വിടവാങ്ങുന്നത്. ഒട്ടേറെ ചിന്തിപ്പിച്ച, ഒട്ടേറെ കരയിപ്പിച്ച, അതിലുപരി ഒട്ടേറെ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. ഇനിയും അങ്ങോളം ഓർത്തിരിക്കാൻ ഒട്ടേറെ മുഹൂർത്തങ്ങൾ മലയാള സിനിമയിലൂടെ മലയാള പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒട്ടേറെ പ്രേക്ഷകർക്ക് സമ്മാനിച്ച് തന്നെയാണ് അദ്ദേഹം മടങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾ എത്രയേറെ ട്രോളുകളിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും സൂചിപ്പിക്കാറുണ്ട്. ആ കഥാപാത്രങ്ങളെല്ലാം അത്രയധികം നിറഞ്ഞു നിന്നതാണ്. ഓരോ സിനിമകളിലെയും കഥാപാത്രങ്ങൾ അത്രയധികം പ്രേക്ഷകർ ഏറ്റെടുത്തതാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ
പുലിവാൽ കല്യാണത്തിലെ മണവാളനെയൊക്കെ നമുക്ക് അത്ര വേഗം മറക്കാൻ സാധിക്കാത്ത കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച് കടന്നു പോയത്. എന്നാലും അവസാന നാളുകളിൽ രോഗം മൂർച്ഛിച്ചപ്പോഴും വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വി.ഡി. സതീശനെ സ്വീകരിക്കുന്ന പറവൂരിലെ ചടങ്ങിൽ അദ്ദേഹം എത്തിയപ്പോൾ നമ്മൾ ആശ്വസിച്ചു. രോഗത്തിൻ്റെ പിടിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം എത്തുകയാണ്. മലയാള സിനിമയിലേക്ക് ഇനിയും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ അവസരം ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന നമ്മൾ പ്രേക്ഷകരെല്ലാവരും പങ്കുവെച്ചതാണ്, അല്ലെങ്കിൽ മലയാളികൾ പ്രാർത്ഥിച്ചതാണ്. അതിനുശേഷം അദ്ദേഹം പിന്നീടാണ് രോഗം മൂർച്ഛിച്ച അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആ വാർത്ത പങ്കുവച്ചപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ആ നടൻ തിരിച്ചു വരണമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചതാണ്. എന്നാൽ ആ പ്രാർത്ഥനയെല്ലാം വിഫലമാക്കിക്കൊണ്ട് മലയാളത്തിൻ്റെ ആ മഹാനടൻ വിടവാങ്ങുമ്പോൾ അതുല്യമായ കരങ്ങൾ, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് തന്നെയാണ് ആ മഹാനടൻ വിടവാങ്ങുന്നത്. എക്കാലവും മലയാളികൾ കോർത്തുവെക്കാൻ കഴിയുന്ന അതുല്യമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച്, അതുല്യമായ കഥാപാത്രങ്ങൾ സമ്മാനിച്ച് ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കാനും അതുപോലെ തന്നെ കരയാനും നമുക്ക് ഒട്ടേറെ തന്നെക്കൊണ്ട് കരയിപ്പിക്കാനും തന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ സിനിമകൾ പങ്കുവച്ചാണ് അദ്ദേഹം എന്തായാലും വിടവാങ്ങുന്നത്. എക്കാലത്തും മലയാള സിനിമ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടും ആരുടെ മുഖത്ത് നോക്കിയും ഏത് തരത്തിലും പറയാൻ ധൈര്യം കാണിച്ച ഒരു മഹാനടൻ, തൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നതിൽ യാതൊരു കുറ്റബോധം, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് തുറന്നു കാട്ടാൻ മടിക്കാതെ എല്ലാ കാര്യങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു തനതായ നടനാണ് വിടവാങ്ങുന്നത്. ഇപ്പോൾ വി.ഡി. സതീശൻ താനൊരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ അദ്ദേഹം എങ്ങും മടിച്ചിട്ടില്ല. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ സിനിമാ രംഗത്തെ പല പ്രമുഖരും തങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലം തുറന്നു കാട്ടാൻ അത്ര ഇത് കാണിക്കുന്നവരല്ല. പക്ഷേ സലീം കുമാർ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു. തൻ്റെ നിലപാട് എന്താണ്, തനിക്ക് എന്താണ് പറയാനുള്ളത്, അത് എവിടെയും ഏത് രീതിയിലും സംസാരിക്കാൻ, തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ കഴിവുള്ള ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ആ കലാകാരനാണ് നമ്മളെ വിടവാങ്ങുന്നത്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നാണ് ഇന്നലെ അന്ത്യം സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ മണിക്കൂറുകളടക്കം വാർത്ത കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ആ വാർത്ത കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു മരവിപ്പിലായിരുന്നു മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത്. തൻ്റെ 56-ാം വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. 300ഓളം സിനിമകൾ കഴിഞ്ഞ 30 വർഷത്തിനിടെ അയാൾ മലയാള സിനിമാ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. 300-ലധികം സിനിമകളിലൂടെ ഒട്ടേറെ കഥാപാത്രങ്ങൾ, വിവിധ പുരസ്കാരങ്ങൾ, ദേശീയ ചലച്ചിത്ര പുരസ്കാരം അടക്കം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഓസ്കാറിലടക്കം മലയാള സിനിമയുടെ പേര് അദ്ദേഹത്താൽ എഴുതപ്പെടുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്രയും വലിയൊരു അമൂല്യമായ നടൻ, അത്രയും കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. എന്തായാലും തങ്ങളുടെ പ്രിയപ്പെട്ട നടന് സിനിമാ ലോകവും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. 1 മണിവരെയാണ് പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം മൃതദേഹം പറവൂരിലെ സലീം കുമാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. മതപരമായ യാതൊരു ചടങ്ങുകളും ഇല്ലാതെയായിരിക്കും സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. മരണത്തിന് മുമ്പ് അദ്ദേഹം കുടുംബത്തിന് നൽകിയ നിർദ്ദേശം അനുസരിച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി ആരോഗ്യനില മോശമായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നൽകിയിരുന്നതാണ്. അതിന് പിന്നാലെ ഇത്തരത്തിലൊരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുന്നു എന്നത് വൈകാരികമായ കാര്യം തന്നെയാണ്. എന്തായാലും സലീം കുമാറിന് ചലച്ചിത്ര ലോകത്തെ പ്രമുഖരടക്കം വിട നൽകുകയാണ്. ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. സലീം കുമാറിൻ്റെ ഭാര്യ വിനോദിനി, മക്കളായ 2 മക്കളും ഇപ്പോൾ എന്തായാലും ടൗൺ ഹാളിൽ സലീം കുമാറിനൊപ്പമുണ്ട്. തങ്ങളുടെ കഴിഞ്ഞ സലീം കുമാറിന്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്ന ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കൾ സലീം കുമാറിന്റെ അവസാന യാത്രയിലും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. എന്തായാലും ടൗൺ ഹാളിലെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. സലീം കുമാർ എന്ന മഹാനടൻ വിടവാങ്ങുകയാണ്. എന്തായാലും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ കുടുകുടെ ചിരിപ്പിക്കുകയും ഗൗരവം നിറഞ്ഞ വേഷങ്ങളിലൂടെ കണ്ണീരണിയിക്കുകയും ചെയ്ത ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ചു തന്നെയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. മിമിക്രി വേദികളിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ സലീം കുമാർ ഹാസ്യവും വൈകാരിക രംഗങ്ങളും ഒരുപോലെ തന്മയത്വത്തോടെ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. കൊച്ചിൻ കലാഭവൻ ഉൾപ്പെടെയുള്ള വേദികളിലൂടെയാണ് അദ്ദേഹം
ടെലിവിഷൻ രംഗത്തേക്കും അതിന് പിന്നാലെ സിനിമയിലെ എന്ന ബിഗ് സ്ക്രീനിലേക്കും അദ്ദേഹം എത്തുന്നത്. ഇഷ്ടമാണ് നൂറുവട്ടം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. അവിടുന്ന് തുടങ്ങുന്നതായിരുന്നു സലീം കുമാർ എന്ന നടൻ്റെ കലാജീവിതം. അതിന്നും ചരിത്രത്തിലടക്കം രേഖപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ച് അദ്ദേഹം മടങ്ങുകയാണ്. അന്നു മുതൽ ഇന്ന് വരെ തമിഴ് ചിത്രങ്ങളിലടക്കം അല്ലെങ്കിൽ ബംഗാളി ചിത്രങ്ങളിലടക്കം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മലയാളികളെ ചിരിപ്പിക്കുകയും സാമൂഹിക വിഷയങ്ങളിലടക്കം തൻ്റെ നിലപാടുകൾ പങ്കുവെച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അഭിനയത്തിനപ്പുറം സംവിധായകൻ, എഴുത്തുകാരൻ എന്ന മേഖലകളിലും അദ്ദേഹം തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. 2000 വിജയ് തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിലെ കള്ളന്റെ വേഷമാണ് സലീം കുമാറിന് എന്ന നടനെ ഏറെ ശ്രദ്ധ വാങ്ങി നൽകിയത്. തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലേക്ക് സംവിധായകനായ റാഫി മെക്കാട്ടിൻ ടീം സലീമിനെ വിളിക്കാൻ കാരണമായതും ആ ഒരു ചിത്രം തന്നെയായിരുന്നു. പിന്നീട് തെങ്കാശിപ്പട്ടണത്തിലും സലീം കുമാർ കാഴ്ചവെച്ചത് അതുല്യമായ പ്രകടനം തന്നെയായിരുന്നു. മായാവിയിലെ സ്രാങ്ക്, കല്യാണരാമനിലെ പാരിലാൽ, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, മീശവാദവനിലെ വക്കീൽ മുകുന്ദൻ ഉണ്ണി തുടങ്ങിയ കഥാപാത്രങ്ങളൊന്നും ഒരിക്കലും മലയാളികൾ മറക്കുന്നതല്ല. ജനിച്ചു വീഴുന്ന പുതിയ കുട്ടികൾ വരെ സലീം കുമാറിൻ്റെ ഓരോ സംഭാഷണ ശൈലികളും അതേപോലെ പകർത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും അവതരിപ്പിച്ചിരുന്നത്. സ്കൂളുകളിലെ അടക്കം മോണാക്ട് വേദികളിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് സലീം കുമാറിൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും കുട്ടികൾ അവതരിപ്പിക്കുന്നത്. അത്രയധികം ജനശ്രദ്ധ ആകർഷിച്ച കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടത്. ചിരിക്ക് പുറമേ അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന ഒരു ഇതിന് പുറമേ കരയിപ്പിക്കുന്ന സലീം കുമാറിനെ നമ്മൾ കണ്ടതാണ്. 2005 സലീം കുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിന് മികച്ച നടനായി, രണ്ടാമത്തെ നടനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2010 ആദാമിന്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സലീം കുമാർ സ്വന്തമാക്കുന്നത്. 2012 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. 2017 പുറത്തു വന്ന ആദ്യ സംവിധാന സംരംഭമായ കറുത്ത ജൂതൻ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിനും അർഹമായിരുന്നു. എന്തായാലും രാഷ്ട്രീയ നിലപാടിലായാലും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലായിരിക്കും തൻ്റെ കൃത്യമായ നിലപാടുകളടക്കം തുറന്നു കാട്ടാൻ അല്ലെങ്കിൽ അത് സമൂഹത്തിനോട് വിളിച്ചു പറയാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചിട്ടില്ല.